ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം തനാലോട്ട് ടെമ്പിൾ ബാലി. ബാലിയിലെ ഈ മതിലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും. അവരുടെ തനതായ ശൈലിയിലാണ് എല്ലാം. ഈ പാടമൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളം തന്നെ ഓർമ്മ വരും. വഴിയോരങ്ങളിലെല്ലാം ഇതുപോലെ ബുദ്ധ സ്റ്റാച്യുകളും കാണാൻ കഴിയും. ഇത് ബാലിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാട്രിയ ഗജോക്കാക്ക പാർക്ക് സ്റ്റാച്ചു. അങ്ങനെ ഒടുവിൽ നമ്മൾ തനാലോട്ട് ടെമ്പിളിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ തനാലോട്ട് ടെമ്പിൾ. ഈ കാണുന്നത് പോലെ ടെമ്പിളിന് താഴെ നല്ല മനോഹരമായ കടലാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സൺസെറ്റിൻ്റെ ടൈമിലാണ്. സൺസെറ്റും സൺറൈസും കാണാനുള്ള ഒരു സ്വപ്ന സ്ഥലമാണിത്. പ്രത്യേകിച്ച് ബാലി യാത്രക്കാർക്കും ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും ഇത് ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഈ തനാലോട്ട് ടെമ്പിളിനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും പല ഐതിഹ്യങ്ങളുമുണ്ട്. ഈ താഴെ കാണുന്നതാണ് ബാത്തു ബൊലോങ് ബീച്ച്. ഇത് മനോഹരമായ പാറക്കല്ലുകളും പവിഴപ്പുറ്റുകളും നിറഞ്ഞ ഒരു ബീച്ചാണ്. ഇനി നമ്മൾ ആ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ കരിക്ക് കുടിച്ചു. നമ്മുടെ നാട്ടിലെ കരിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വലിപ്പവും കൂടുതലാണ്, അതിനുപരി ടേസ്റ്റും കൂടുതലാണ്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഒരുപാട് വഴിയോര കച്ചവടക്കാരെയും കാണാം. ഇതുപോലെയാണ് അവിടുത്തെ അമ്പലങ്ങളുടെ എല്ലാം കവാടങ്ങൾ. ഇനി നമ്മൾ കാണുന്നതാണ് ബീച്ചിലേക്കുള്ള വഴി. കാണുമ്പോൾ വളരെ എളുപ്പമായി തോന്നുമെങ്കിലും നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന സ്റ്റെപ്പുകൾ പോലെയല്ല. ഒരുപാട് ഉയരമുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം താഴെ എത്താൻ. ഈ കാണുന്ന കറുത്ത മണൽ അഥവാ ബ്ലാക്ക് വോൾക്കാനിക് സാൻഡ് അഗ്നിപർവ്വതങ്ങളിലെ ലാവ കടലിലേക്ക് ഒഴുകി കാലക്രമേണ പൊടിഞ്ഞുണ്ടാകുന്നതാണ്. പിന്നെ സൺസെറ്റ് വരെ കടൽ തീരത്ത് കുറച്ചധികം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. സൺസെറ്റിന് ശേഷം തിരിച്ചു കയറി നമ്മൾ ആദ്യം കണ്ട വഴിയോര കച്ചവടക്കാരിൽ നിന്നും കുറച്ച് ബാലിയിലെ സൊവനീഴ്സ് എല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി.